നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കനക്കവേ ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അമേരിക്കൻ വിമാന കമ്പനികളോട് ഗൾഫ് സർവീസുകൾ നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ വ്യോമയാന അതോറിറ്റിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാൻ US സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില വർദ്ധിക്കുകയുണ്ടായി. ബ്രന്റ് ക്രൂഡ് വില വീണ്ടും $70 എത്തുകയുണ്ടായി. അമേരിക്കൻ ഏഷ്യൻ ഓഹരി വിപണികളിലും വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് $1.56 അഥവാ 2.3% ഉയർന്ന് $69.83 നേരത്തെ ഇത് $71.75 ഉയർന്നിരുന്നു. 2019 സെപ്റ്റംബർ പകുതിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് വില ബാരലിന് $1.25 അഥവാ 2% ഉയർന്ന് $63.95 നേരത്തെ ഇത് $65.85 കഴിഞ്ഞ വർഷം ഏപ്രിൽ അവസാനത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനറൽ ഖാസിം സുലൈമാനിയുടെ വധത്തിന് പ്രതികാരവുമായി ഇറാഖിലെ US സഖ്യസേനയുടെ സൈനിക കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. INL അസദ്, ഇർബിൽ എന്നിവിടങ്ങളിൽ പ്രാദേശിക സമയം രാവിലെ 5:30 മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രണ്ടിടങ്ങളിലുമായി 1 ഡസനോളം ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതായി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയുണ്ടായി. ആളപായമുള്ളതായി റിപ്പോർട്ടുകളുമില്ല. നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണെന്നാണ് പെന്റഗൺ അറിയിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. വിദേശകാര്യ പ്രതിരോധ സെക്രട്ടറിമാർ വൈറ്റ് ഹൌസിലെത്തി ട്രംപിനെ വിവരങ്ങൾ ധരിപ്പിച്ചു. ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഇറാൻ 2ാം വട്ടം ആക്രമണം തുടങ്ങിയെന്നും അവകാശപ്പെടുകയുണ്ടായി. ഗൾഫ് മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചില്ലെങ്കിൽ സൈനികരുടെ മരണത്തിന് അമേരിക്ക മാത്രമാകും ഉത്തരവാദിയെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി. ഇറാനെതിരെ നീങ്ങരുതെന്ന് അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതിനാൽ തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇറാൻ അമേരിക്കയെ മാത്രമല്ല ഗൾഫ് രാഷ്ട്രങ്ങളെയും തമ്മിൽ സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.